ഹോളിവുഡിലെ നടനും പ്രശസ്ത സംവിധായകനുമായ റോബ് റെയ്നറെയും 78 വയസ്സ്, ഭാര്യ മിഷേൽ സിംഗറെയും 70 വയസ്സ് കൊലപ്പെടുത്തിയ വാർത്ത 2 ദിവസമായിട്ട് അമേരിക്കൻ പത്രങ്ങളിലെല്ലാം, അമേരിക്കൻ മാധ്യമങ്ങളിലെല്ലാം വലിയ വാർത്തയാണ്. നമ്മളാരും അധികം ശ്രദ്ധിക്കുന്നുണ്ടാവില്ല എന്നെനിക്കറിയാം. പിന്നെ ഇന്നതിന് 2 കാര്യങ്ങളാണ് സംഭവിച്ചത്. ഒന്ന്, അവരുടെ മകൻ 32 വയസ്സുള്ള നിക്ക് റെയ്നറെ അറസ്റ്റ് ചെയ്തു. യവൻ ചെറുപ്പം മുതലേ ഈ ഡ്രഗ് അഡിക്റ്റായിരുന്നു, മാനസിക പ്രശ്നമായിരുന്നു, മാനസികമായിട്ട് എവിടെ വെച്ചും വഴക്കുണ്ടാക്കുകയും നിരന്തരം പ്രശ്നക്കാരായിരുന്നു ചെറുപ്പം മുതൽ. അപ്പനും അമ്മയ്ക്കും പിന്നെ ഒരിക്കലും ഒരു സമാധാനവും കൊടുത്തിട്ടില്ല. അപ്പം കഴിഞ്ഞ ദിവസം ഇവരുടെ മകള് 3 മക്കളാണുള്ളത്, 2 ആണും പിന്നെ 1 പെണ്ണും. ആ മകൾ റോമി അവരുടെ വീട്ടിൽ ചെന്നപ്പോഴാണ് ഇവർ മരിച്ചു കിടക്കുന്നത് കണ്ടത്. കഴുത്ത് വെട്ടിയോ മറ്റാണ് മരിച്ചു കിടക്കുന്നത് കണ്ടത്. അപ്പോൾ തന്നെ അവർ തന്നെ പോലീസിൽ ഇവരായിരിക്കും എന്നുള്ള രീതിയിൽ പിന്നെ വിവരം കൊടുക്കുകയും ചെയ്തു. അപ്പോൾ ഇവൻ തന്നെയായിരുന്നു, ഇവനെ പിടികൂടി അറസ്റ്റ് ചെയ്തു. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് വന്ന മറ്റൊരു വാർത്ത, പ്രസിഡന്റ് ട്രംപ് പിന്നെ ഈ റോബ് റെയ്നറും ഭാര്യയും കടുത്ത ലിബറൽസാണ്. അതുപോലെ തന്നെ ഈ പ്രസിഡന്റ് ട്രംപിൻ്റെ ഏറ്റവും വലിയ വിമർശകരുമാണ്. അപ്പോൾ തന്നെ ഇങ്ങനെ അതിനിശ്ചിതമായിട്ട് വിമർശിച്ചുകൊണ്ടിരുന്ന പിന്നെ അങ്ങനെ ആളുകൾക്കിടയിൽ തനിക്കെതിരെ അമർഷമുണ്ടാക്കിക്കൊണ്ടിരുന്ന വ്യക്തിയായിരുന്നു ഇദ്ദേഹം. അതിൻ്റെയൊക്കെ ഒരു ഫലമാണ് ഈ കൊലപാതകം എന്ന രീതിയിൽ പ്രസിഡന്റ് പ്രതികരിക്കുകയും ചെയ്തു. പക്ഷേ അതിനെതിരെ പ്രസിഡന്റിൻ്റെ അനുചരന്മാർ വരെ അതിനെതിരെ ശക്തമായിട്ട് രംഗത്ത് വന്നു. അത് ഇപ്പോൾ പറഞ്ഞത് ശരിയായില്ല. കാരണം പ്രസിഡന്റ് തന്നെ 2 തവണ വധശ്രമം പ്രസിഡന്റിന് തന്നെ 2 തവണ ഉണ്ടായി. അപ്പോൾ അങ്ങനെയുള്ള പ്രതിസന്ധികൾ നേരിട്ട് ഒരു വ്യക്തി ഇങ്ങനെയുള്ള ഒരു ദുരന്തത്തെ ഇങ്ങനെ ലാഘവത്തോടെ കാണുക, അതിനെ ഒരു രാഷ്ട്രീയ രീതിയിൽ കാണുന്നത് ശരിയല്ല എന്ന് പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ അനുചരർ തന്നെ രംഗത്ത് വന്നു. പക്ഷേ എന്തായാലും പ്രസിഡന്റ് അതിൽ മാപ്പ് പറയാനോ അല്ലെങ്കിൽ അതിൽ ഖേദം പ്രകടിപ്പിക്കാനോ ഒന്നും തയ്യാറായിട്ടില്ല. പറഞ്ഞത് തന്നെ ആ രീതിയിലാണ് അദ്ദേഹത്തിൻ്റെ നിലപാട്. എങ്ങനെയായാലും ഈ റോബ് റെയ്നറുടെയും ആ കഥ വായിച്ചപ്പോഴത്തേക്ക് അവരുടെ ആ ജീവിതകഥ വായിച്ചപ്പോഴത്തേക്ക് വാസം പറഞ്ഞാൽ നമ്മുടെ ഈ അമേരിക്കൻ മലയാളികളുടെ ജീവിതവുമായിട്ടൊക്കെയുള്ള ചില സാമ്യങ്ങൾ തോന്നിപ്പോയി. നമ്മളും മക്കളെയൊക്കെ വളരെ കാര്യമായിട്ട് വളർത്തുന്നു, പക്ഷേ അവരെന്തായിത്തീരുന്നു, എങ്ങനെയായിത്തീരുന്നു എന്ന് നമുക്കറിഞ്ഞുകൂടാ. ഇന്ത്യയിൽ നമുക്ക് ഒരു ചൊല്ലുണ്ട്, ഈ മുജ്ജന്മത്തിലെ ശത്രു ഈ അടുത്ത ജന്മത്തിൽ മക്കളായിട്ട് ജനിച്ചിട്ട് പ്രതികാരം ചെയ്യും എന്ന് പറഞ്ഞ പോലെ അങ്ങനെ വലുതുമായിരിക്കും ഇപ്പോൾ സംഭവിച്ചത് നമ്മൾ ചിന്തിച്ചു പോകും. വാസം പറഞ്ഞാൽ അത് എത്രമാത്രം അന്വർത്ഥമാണെന്നുള്ള രീതിയിലാണ് ഈ സംഭവം തോന്നിപ്പോകുന്നത്. നമുക്ക് തന്നെ അറിയാം, നമ്മുടെ സുഹൃത്തായിരുന്ന മാനുവേൽ മാനസിക പ്രശ്നമുള്ള മകൻ മൂലം കൊല്ലപ്പെടുകയുണ്ടായി. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ നമ്മുടെ സമൂഹത്തിലും ഉണ്ടാവുന്നു. അപ്പോൾ കുട്ടികളൊക്കെ മാനസിക പ്രശ്നങ്ങൾ ഉണ്ടാവുന്നു പല കാരണങ്ങളാണ്. എല്ലാവരും ഡ്രഗ് അഡിക്റ്റ് ആയതുകൊണ്ടല്ല, പക്ഷേ പല രീതിയിൽ ഇത്തരം കാര്യങ്ങൾ സംഭവിക്കുന്നു. അപ്പോൾ ഈ റെയ്നറുടെ ചിത്രങ്ങൾ നമ്മളാരും അധികം കണ്ടിട്ടില്ല എന്നാണ് പറയുന്നത്. ദ സ്പൈനൽ ടാപ്പ്, വെൻ ഹാരി മെറ്റ് സാലി, ദ പ്രിൻസസ് ബ്രൈഡ്, അതൊക്കെ അമേരിക്കയിലെ ഏറ്റവും മനോഹരമായ ചിത്രങ്ങളാണെന്നാണ് പറയുന്നത്. നമ്മളിൽ അധികം പേര് കണ്ടിട്ടില്ല, ഞാനും കണ്ടിട്ടില്ല ഏതായാലും. കാരണം ഞാനൊക്കെ കാണുന്ന ഈ മലയാളത്തിലെ എരപ്പാടി സിനിമ എന്ന് പറഞ്ഞാൽ കാശില്ലാതെ ചക്കാത്തിൽ പ്രൊഡ്യൂസർ ചക്കാത്തിൽ സിനിമയെടുക്കും. അതിന് പറ്റിയ നടീനടന്മാർ, പേക്കോലങ്ങൾ, അവരെ ചേർത്ത് ഒരു ഉടങ്കൊല്ലി സിനിമ, അതാണ് മലയാളത്തിലെ മിക്ക സിനിമകളും. അതിന് യാതൊരു കഥയോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവേണ്ടതുമില്ല. നേരെ മറിച്ച് ഇപ്പോൾ കഴിഞ്ഞ ദിവസം റിപ്പോർട്ട് കണ്ടത്, ഈ രജനീകാന്തിൻ്റെ പുതിയ ചിത്രത്തിന് 200 കോടിയാണ് അദ്ദേഹത്തിന് പ്രതിഫലം കൊടുത്തതെന്ന്. അത്രയ്ക്ക് പ്രതിഫലം കൊടുത്താണ് മറ്റു സ്ഥലങ്ങളിലൊക്കെ സിനിമ എടുക്കുന്നത്. നമ്മുടെ നാട്ടിൽ പ്രതിഫലം കൊടുക്കേണ്ടതില്ല. ഈ പേക്കാലങ്ങളെയൊക്കെ വെച്ച് എന്തെങ്കിലും ഒരു തട്ടിക്കൂട്ട് കഥയൊക്കെ വെച്ച് എങ്ങനെയും കാശുണ്ടാക്കുക എന്നുള്ളതാണ് നമ്മുടെ നാട്ടിലെ സിനിമ. അപ്പോൾ അങ്ങനെയല്ല, ഈ ഹോളിവുഡിലൊക്കെ സിനിമ കാശ് മുടക്കി എടുക്കുന്നതാണ്. കിട്ടിയാൽ കിട്ടി, പോയാൽ പോയി എന്നുള്ള രീതിയിലാണ്. ഇപ്പം നെറ്റ്ഫ്ലിക്സൊക്കെ 200 മില്യനൊക്കെ ഏതെങ്കിലും ഒരു പരമ്പരയ്ക്കോ ഒക്കെ പോയി കഴിഞ്ഞാൽ പോലും അവർക്കൊരു പ്രശ്നമില്ല എന്നാണ് പറയുന്നത്. ഒരു കാലത്ത് ബാങ്ക്രപ്റ്റായ ഒരു കമ്പനിയാണ് ഈ നെറ്റ്ഫ്ലിക്സ്. അവരാണിപ്പം ഈ വാർണർ ബ്രദേഴ്സിനെയൊക്കെ ഏറ്റെടുക്കാനായിട്ട് ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവരൊക്കെ അതുപോലെ പണം ഇങ്ങനെ മിൻറ്റ് ചെയ്തെന്നാണ് പറയുന്നത്, അച്ചടിക്കുന്നത് പോലെ പണം ഉണ്ടാക്കുന്നു. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഈ സധൈര്യം ഓരോ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. എന്തായാലും ഈ സിനിമകൾ നമുക്കൊന്ന് കാണേണ്ടതുണ്ട്. അപ്പം ഇതിനെപ്പറ്റി, ഇവരുടെ ജീവിതകഥയെപ്പറ്റി പറയുന്നത്, ഈ റോബ് റെയ്നർ ആദ്യം ഒരു വിവാഹം കഴിച്ചിരുന്ന ഡയറക്ടർ പെന്നി മാർഷൽ എന്ന മറ്റോ അവരുടെ പേര്. അതിലൊരു മകളുണ്ട്. പിന്നീട് 10 വർഷം വിവാഹിതനായിരുന്നു. അതിനുശേഷം 10 വർഷമായിട്ട് ഡിവോഴ്സായി. അപ്പോൾ അങ്ങനെ ഇരിക്കെ സുഹൃത്ത് ഈ വെൻ ഹാരി മെറ്റ് സാലി
ആ സിനിമ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ന്യൂയോർക്കിലോ മറ്റോ ആണ്. അപ്പോൾ സുഹൃത്തിനോട് പറഞ്ഞു, ഇങ്ങനെ സ്ത്രീകളുമായിട്ടുള്ള ഒരു ബന്ധം ഉണ്ടാവുന്നില്ല, നല്ല രീതിയിലൊരു സ്ത്രീയെ കണ്ടെത്താൻ പറ്റുന്നില്ല. അപ്പോൾ അദ്ദേഹമാണ് ഡോണൻ ഫീൽ എന്നോ മറ്റോ ആണ്. അദ്ദേഹമാണ് പറഞ്ഞത്, ഈ മിഷേൽ സിംഗർ എന്ന് പറഞ്ഞൊരു ഫോട്ടോഗ്രാഫറുണ്ട്, അപ്പോൾ അവരാണ് നിങ്ങളുടെ വധുവാകാൻ പോകുന്നത്. അപ്പോൾ അവരെ കണ്ടിട്ടൊന്നുമില്ല. പിന്നീട് ഒരു ദിവസം അവർ സെറ്റിൽ വരുന്നു, അവർ ഫോട്ടോഗ്രാഫറായിട്ട് വരുന്നു. അവരെ കണ്ടപാടെ ഇങ്ങേർക്ക് ഇഷ്ടപ്പെട്ടു. പിന്നെ അധികം താമസിയാതെ അവർ വിവാഹിതരായി എന്നാണ് പറയുന്നത്. അങ്ങനെ ഒരു നല്ല ഒരു പ്രേമകഥ അവരുടെ ജീവിതത്തിലുണ്ട്. അവരേതാണ്ട് 35-36 വർഷമായിട്ട് ഒരുമിച്ച് ജീവിക്കുന്നവരാണ്. ഇപ്പോൾ ഇങ്ങനെ ഒരു ദുരന്തമാണ് അവരെ വേർപിരിച്ചത്. അപ്പോൾ 86-ലോ 87-ലോ ഈ മിഷേൽ സിംഗർ പ്രസിഡന്റ് ട്രംപിൻ്റെ, അന്ന് പ്രസിഡന്റ് അല്ലല്ലോ, അന്ന് ട്രംപിൻ്റെ ചിത്രമെടുത്തിരുന്ന ഒരു പോർട്രേറ്റ് ഏതോ മാസികയ്ക്ക് വേണ്ടിയിട്ട്. അപ്പം ഈ റോബ് റെയ്നർ പറയുമായിരുന്നു, അന്ന് ചെയ്ത പാപത്തിന് പരിഹാരമൊക്കെ നിങ്ങൾ ചെയ്യേണ്ടി വരും. കാരണം അത്രയ്ക്ക് പ്രസിഡൻറ്റിൻ്റെ വലിയ ക്രിട്ടിക്കായിരുന്നു അദ്ദേഹം. അതുപോലെ തന്നെ കടുത്ത ലിബറൽ ആശയക്കാരനും എല്ലാവിധ ഈ ലിബറൽ ചിന്താഗതിയോടും താല്പര്യമുള്ള ആൾ. അദ്ദേഹത്തിൻ്റെ അമ്മ ഈ ഓഷ്വിറ്റ്സ് തടങ്കൽ പാളയത്തിൽ നിന്ന് മറ്റോ രക്ഷപ്പെട്ടൊക്കെ പോകുന്ന വ്യക്തിയാണ്. അപ്പം അങ്ങനെയുള്ള അനുഭവങ്ങളിലൂടെ കടന്നു പോകുന്നവരാണ്. അതുകൊണ്ടായിരിക്കും അത്രയധികം ലിബറലായിട്ട് എന്ന് വേണം കണക്കാക്കാനായിട്ട്. എന്തായാലും ഇത്തരം സംഭവങ്ങൾ നമ്മളെയും ഇരുത്തി ചിന്തിപ്പിക്കുന്നു. നമ്മളൊക്കെ മക്കളെ വളരെ പൊന്നുപോലെ വളർത്തുന്നു, നമ്മളെക്കൊണ്ട് കഴിയുന്നതെല്ലാം ചെയ്യുന്നു. പക്ഷേ അവരെന്തായിത്തീരുന്നു, എങ്ങനെയായിത്തീരുന്നു എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. നാളെ എന്തായിത്തീരുന്നു, അവരുടെ കാര്യം നമ്മുടെ കാര്യം നോക്കിയില്ലെങ്കിൽ കൂടി അവരവരുടെ കാര്യം നോക്കി അവരുടേതായ ലോകത്ത് പറന്നു പോകാൻ കഴിഞ്ഞില്ലെങ്കിൽ പിന്നെയും മാതാപിതാക്കളാണ് ദുഃഖിക്കേണ്ടി വരിക. ഇപ്പോൾ ഇങ്ങനെയുള്ള സംഭവങ്ങളും നമ്മൾ കാണുന്നു. വളരെ ഖേദകരം.